ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് വെറും 5 മിനിറ്റ് കൊണ്ട് ക്യാരറ്റും ബീൻസും വെച്ചിട്ട് നല്ലൊരു മെഴുക്ക് പുരട്ടി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ ക്യാരറ്റും ബീൻസും ഒക്കെ ഞാനിവിടെ നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു സവാളയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം ആവശ്യമായിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ക്യാരറ്റും ബീൻസും ചെറുതാക്കിയിട്ട് കട്ടി കുറച്ചൊന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ കട്ടി കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ബീൻസൊക്കെ ഒന്ന് ചെരിച്ച് കട്ടി കുറച്ചാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. അതുപോലെ ക്യാരറ്റും അതുപോലെ തന്നെയാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് കറി തയ്യാറാക്കാം. അതിന് വേണ്ടി ഒരു ചട്ടി വെച്ച് കൊടുക്കാം. എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ അരിഞ്ഞ് വെച്ചേക്കുന്ന ബീൻസ് ക്യാരറ്റും എല്ലാം മിക്സ് ഇട്ട് കൊടുക്കാം. ഇതിനകത്തൊരു തുള്ളി വെള്ളമൊന്നും ഒഴിക്കരുത് കേട്ടോ. ഇനി പാകത്തിന് ഉപ്പും അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ വേവിച്ചെടുക്കണം. നമ്മൾ കട്ടി കുറഞ്ഞ് അരിഞ്ഞുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി നമുക്ക് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ കറിയൊക്കെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. 5 മിനിറ്റൊക്കെ ആയതേ ഉള്ളൂ. കട്ടി കുറച്ച് നമ്മൾ അരിഞ്ഞെടുത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് വെന്തൊക്കെ കിട്ടും. അപ്പോൾ ലാസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ കറി എന്ന് പറയുന്നത്. വളരെ ടേസ്റ്റിയാണ്. ചോറിൻ്റെ ഒക്കെ കൂടെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു കറിയാണ്. കണ്ടില്ലേ, ഒരു ഒട്ടും വെന്ത് കുഴഞ്ഞൊന്നും പോയിട്ടില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. വെള്ളമൊന്നും അധികം ഒഴിക്കണ്ട. അഥവാ നിങ്ങൾ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ഒരു കുറച്ച് വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി, അല്ലാതെ വെള്ളമൊന്നും ഒഴിക്കരുത്. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫുള്ള് കണ്ട് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നോടം വരെ ബൈ ബൈ.